ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് ബീട്രൂട്ട് കൊണ്ടൊരു സ്വീറ്റാണ്. ബർഫി എന്നും ഹൽവ എന്നൊക്കെ പറയാം. ഞാനിതുണ്ടാക്കിയത് ക്രിസ്മസിന് ബീട്രൂട്ട് വൈൻ ഉണ്ടാക്കിയപ്പോൾ അതിൽ ബാക്കി വന്ന ബീട്രൂട്ട് സ്വീറ്റാക്കി എടുത്തതാണ്. വെറുതെ കളയണ്ടെന്ന് വെച്ചിട്ട് സ്വീറ്റാക്കി എടുത്തതാണ്. അപ്പോൾ ഞാനത് ഒരു 10-15 മിനിറ്റ് കുക്ക് ചെയ്ത ബീട്രൂട്ടാണ്. ആ കുക്ക് ചെയ്ത ബീട്രൂട്ടിന് ഞാൻ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു 6 കപ്പ് ബീട്രൂട്ട്, 1 കിലോളം അടുപ്പിച്ചുള്ള ബീട്രൂട്ടാണ് ഞാൻ എടുത്തത്. അപ്പം നിങ്ങളിത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ബീട്രൂട്ട് കുക്ക് ചെയ്യാത്ത ബീട്രൂട്ട് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു 3-4 മിനിറ്റ് നെയ്യ് ഒഴിച്ച് അത് ബീട്രൂട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഗ്രേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ അതിനെ നമുക്ക് അരച്ചും എടുക്കാം. കുക്ക് ചെയ്യാത്ത ബീട്രൂട്ട് ആകുമ്പോഴത്തേക്കും അത് വേകാൻ വേണ്ടിയിട്ട് 6 കപ്പ് ബീട്രൂട്ട് ആണെങ്കിൽ 6 കപ്പ് പാൽ, 5 അല്ലെങ്കിൽ 6 കപ്പ് പാൽ കൂടെ ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കണം. ബാക്കിയുള്ള പ്രോസസ്സും ഇതുപോലെ തന്നെയാണ്. 6 കപ്പ് ബീട്രൂട്ടിന് ഞാൻ എടുത്തത് ഏകദേശം 3 കപ്പ് ശർക്കരയാണ്. ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ ശർക്കര ഉരുക്കി അരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഹൽവ കുറച്ച് കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1/2 കപ്പ് മൈദമാവ് കുറച്ച് വെള്ളത്തിൽ കലക്കി അതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഏകദേശം അരമണിക്കൂറോളം എടുക്കും. ഇതിലേക്ക് ആവശ്യത്തിന് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിതിൽ കാഷ്യൂസാണ് ഇട്ട് കൊടുത്തത്. നെയ്യിൽ വറുത്തിട്ട് കൊടുക്കാം. അതേപോലെ തേങ്ങാ കഷ്ണം ഇട്ട് കൊടുക്കാം. അതും നെയ്യിൽ വറുത്തിട്ട് കൊടുക്കാം. കാഷ്യൂസ് മാത്രമല്ല, ആൽമണ്ട്സ് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം ഏകദേശം നമ്മൾ ഇളക്കി വരുമ്പോഴത്തേക്കും മനസ്സിലാവും, പാകമായി വന്നത് നമുക്ക് മനസ്സിലാവും. പിന്നെ ശ്രദ്ധിച്ച് ചെയ്യണം. അതായത് കുമിള വന്ന് തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പൊള്ളാതെ സൂക്ഷിച്ചോണം. നല്ല പാകമായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടൊരു സ്വീറ്റാണ്. പാകമായ ശേഷം നെയ്യ് തടവിയ ഒരു പാത്രത്തിലോട്ട് ആക്കി കൊടുത്തു. ബീട്രൂട്ട് ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കഴിച്ചോളും അവർ. ഇത് നമുക്ക് തണുപ്പിച്ചും കഴിക്കാം. അത് നമ്മൾ ഉണ്ടാക്കിയുള്ള ചൂടോടെ കഴിക്കുകയും ചെയ്യാം. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.